Good afternoon to all. Monitoring and improving patient satisfaction എടുക്കുന്നല്ലേ? നമ്മള് patient satisfaction 5 reasons first reason പറഞ്ഞു അല്ലേ? First reason പറഞ്ഞു to provide top tier patient care services പറഞ്ഞു. Okay. ഇനി പേഷ്യന്റ് കെയർ വർദ്ധിപ്പിക്കാനായിട്ട് ഹോസ്പിറ്റൽ എന്തൊക്കെ കെയർ ആണ് ചെയ്യേണ്ടതെന്ന് അത് പറഞ്ഞിരുന്നു അല്ലെ? പോസ്റ്റ് ഡിസ്ചാർജ് സർവീസസ് വരെ പറഞ്ഞു. ഇനി നോക്കുന്നത് implementing strategies to improve patient centered care. Implementing കേൾക്കാമോ? പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കാമോ? Yes. Implementing strategies to improve patient centered care. നമ്മളിപ്പോ പേഷ്യന്റ് കെയർ ഇംപ്രൂവ് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ കാരണങ്ങളാണ് നമ്മൾ ആദ്യം പറഞ്ഞല്ലേ? ഒരു ഹോസ്പിറ്റലില് പേഷ്യന്റ് കെയർ വർദ്ധിപ്പിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. ഇനി എന്തൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം? പേഷ്യന്റ് ഇംപ്രൂവ്മെന്റ് കെയർ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഇംപ്ലിമെന്റേഷൻ നമ്മൾ ചെയ്യണം? എന്തൊക്കെ നടപടിക്രമങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്? അതാണ് നോക്കുന്നത് കേട്ടോ. എന്തൊക്കെയാണ്? ഒന്ന്, ടൈംലി ഡയഗ്നോസിസ് ഓഫ് ഇൽനെസ്. ഫസ്റ്റ് വരുന്നത് എന്താണ്? കൃത്യസമയത്ത് രോഗം നിർണ്ണയിക്കണം അല്ലെ? ടൈംലി ഡയഗ്നോസിസ് ഓഫ് ഇൽനെസ്. പിന്നെന്താണ്? ഇൻക്രീസ് ആക്സസ് ടു ഫിസിഷ്യൻ. ഇൻക്രീസ് ആക്സസ് ടു ഫിസിഷ്യൻ എന്താണ്? പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് എത്തിക്കുക. Then 3, provide cost effective treatments and quality care. അതാണ് എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് അവർക്ക് ക്ലാസ് കൊടുക്കുക അല്ലെ? ട്രീറ്റ്മെന്റ് കൊടുക്കുക. Then give unconditional love and support. Give unconditional love and support. എന്താണ്? പേഷ്യൻസിന് സ്നേഹവും പിന്തുണയും നൽകുക അല്ലെ? പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ഒരു ലവ് ആൻഡ് കെയർ കൊടുക്കുക. And reduce unnecessary follow-up visits. Reduce unnecessary follow-up visits. എന്താണ്? ആവശ്യമില്ലാത്ത ഫോളോ അപ്പുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കുക. ഓക്കെ, അപ്പൊ നമ്മള് പേഷ്യന്റ് കെയർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് നടപ്പാക്കേണ്ട കുറച്ച് തന്ത്രങ്ങളാണ് അല്ലെ? ഏതൊക്കെയാണ്? ഒന്ന്, ടൈംലി ഡയഗ്നോസിസ് ഓഫ് ഇൽനെസ്. കൃത്യസമയത്ത് രോഗം നിർണ്ണയിക്കുക. രണ്ടാമത് എന്താണ്? ഇൻക്രീസ് ആക്സസ് ടു ഫിസിഷ്യൻ. ഡോക്ടറിനെ പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് എത്തിക്കുക. പിന്നെന്താ? എഫക്റ്റീവ് ട്രീറ്റ്മെന്റ്സ് അല്ലെ? കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സും ക്വാളിറ്റി കെയറും പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഈ അൺകണ്ടീഷണൽ ലവ് ആൻഡ് സപ്പോർട്ട് കൊടുക്കുക. പിന്നെന്താണ്? റെഡ്യൂസ് അൺനെസസറി ഫോളോ അപ്പ് വിസിറ്റ്സ്. ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഫോളോ അപ്സ് കുറയ്ക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പാക്കി കഴിഞ്ഞാൽ എന്താണ്? പേഷ്യന്റ് കെയർ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പെട്ടെന്ന് കെയർ പേഷ്യൻസിന് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റീസണുള്ള കാര്യത്തില് സ്ട്രാറ്റജീസ് ആണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. മനസ്സിലായോ? അത് മനസ്സിലായോ? യെസ്. ഇനി നമുക്ക് സെക്കൻഡ് റീസൺ നോക്കാം. സെക്കൻഡ് റീസൺ എന്താണ് നമ്മൾ പഠിച്ചത്? സെക്കൻഡ് റീസൺ, ടു നോ ദ പെർഫോമൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റാഫ്. To know the performance of the hospital staff. It's necessary to keep a pulse on hospital staff performance at regular intervals. Happy staff will give better patient care. If patients are not satisfied with their visit, there's a responsibility that patients will choose for services from another provider. Therefore, it's necessary to listen to the patients, which will make them feel strengthened. എന്താ പറയുന്നത്? To know the performance of the hospital staff. ഹോസ്പിറ്റൽ സ്റ്റാഫ് ആണ് ശരിക്കും പറഞ്ഞാൽ എന്താണ്? പേഷ്യൻസിന്റെ കെയർ ചെയ്യേണ്ടത്. അപ്പൊ അവരുടെ ബിഹേവിയർ അവരെങ്ങനെയായിരിക്കണം? അവര് ഫുൾ ഹാപ്പി ആണെങ്കിൽ
സ്റ്റാഫുകൾ നല്ല രീതിയിൽ ഹാപ്പി ആണെങ്കിൽ എന്താണ് പേഷ്യൻസിന് ബെറ്റർ കെയർ കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കും അല്ലെ. അതായത് ഇവിടെ പറയുന്നത് ഓരോ കൃത്യമായിട്ടുള്ള ഇന്റർവെൽസിൽ ഇടവേളകളിൽ നമ്മുടെ സ്റ്റാഫുകളുടെ പെർഫോമൻസ് വിലയിരുത്തേണ്ടതുണ്ട് അല്ലെ. പേഷ്യന്റിന് എങ്ങനെയാണ് ആ സ്റ്റാഫ് എങ്ങനെയാണ് കെയർ കൊടുക്കുന്നത്. അപ്പൊ റെഗുലർ ഇന്റർവെൽസിൽ തന്നെ എന്താണ് പേഷ്യൻസ് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഇനി അത് മാത്രമല്ല സ്റ്റാഫുകൾ അവരുടെ ഡ്യൂട്ടീസ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ടീച്ചർ ഒതുക്കി പറയുന്നതാണ് കേട്ടോ, ചെറുതാക്കി പറയുന്നതാണ്. സ്റ്റാഫുകൾ അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടീസ് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അല്ലെ. അവരുടെ ഡ്യൂട്ടീസ് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് വിലയിരുത്തുക. പിന്നീട് എന്താണ് നല്ല സ്റ്റാഫുകളായിരിക്കും എന്താണ് നല്ല സ്റ്റാഫുകൾക്ക് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് രോഗിക്ക് നല്ല പരിചരണം കൊടുക്കാനും ആ പേഷ്യന്റിനെ സാറ്റിസ്ഫൈഡ് ആക്കാനും സാധിക്കും. ഓക്കെ, നല്ലൊരു ബിഹേവിയർ നല്ല പൊളൈറ്റ് ആയിട്ടൊക്കെ വളരെ സ്നേഹത്തോടു കൂടി അവരോട് പെരുമാറുവാണെങ്കിൽ എന്താണ് പേഷ്യൻസ് വളരെയധികം ഹാപ്പി ആയിരിക്കും. ഓക്കെ, പിന്നെന്താ പറയുന്നത് patients are not satisfied with their visit, there is a possibility that patient will choose for services from another provider. ഇനി ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് അവിടുത്തെ സ്റ്റാഫുകൾ നല്ല രീതിയിൽ എല്ലാ പരിചരണം കൊടുക്കുന്നെങ്കിലോ എന്തായിരിക്കും അവർ ചെയ്യുന്നത്? മറ്റൊരു ഹോസ്പിറ്റൽ എന്തായാലും ചൂസ് ചെയ്യും അല്ലെ. ആ പേഷ്യന്റ് മറ്റൊരു ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുമ്പോൾ എല്ലാം കൂടി ഇപ്പൊ പേഷ്യന്റ് സ്റ്റാഫുകൾ നോക്കുന്ന കെയർ ഓക്കെ അല്ലെങ്കിൽ അല്ലെ നല്ല രീതിയിൽ അവരെ കെയർ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് ആ പേഷ്യൻസിന് പിന്നീട് ആ ഹോസ്പിറ്റലിൽ തുടരാനായിട്ട് എന്താണ് ഒട്ടും തന്നെ ഇഷ്ടം ഉണ്ടായിരിക്കില്ല. അപ്പൊ അവരെന്താണ് അനദർ ഹോസ്പിറ്റലിൽ അപ്പൊ തന്നെ അവർ ചൂസ് ചെയ്ത് അങ്ങോട്ടേക്ക് മാറുന്നതായിരിക്കും. ഓക്കെ, therefore it's necessary to listen to patients which will make them feel strengthened. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് പേഷ്യന്റിന്റെ ആവശ്യകതകൾ മനസ്സിലാക്കിയിട്ടായിരിക്കണം ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ പെരുമാറേണ്ടത്. ഒരു പേഷ്യന്റിന് എന്തൊക്കെ ആവശ്യകതകൾ ഉണ്ടെന്ന് നമ്മൾ മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി അവരോട് അത് ചോദിച്ചറിഞ്ഞിട്ട് വേണം അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നതാണ് ഒരു ഹോസ്പിറ്റൽ സ്റ്റാഫ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ അത്തരത്തിലുള്ള ഇടപെടലുകളായിരിക്കണം ആര് കഴിക്കേണ്ടത് ഹോസ്പിറ്റൽ സ്റ്റാഫുകള് പേഷ്യൻസിന് കൊടുക്കേണ്ടത്. ഓക്കെ, എങ്കിൽ മാത്രമേ അവിടെയും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, എന്താ പറയുന്നത് ടു നോ ദ പെർഫോമൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റാഫ്. നമ്മള് കൃത്യമായിട്ടുള്ള ഇന്റർവെൽസിൽ അല്ലെ ഇടവേളകളിൽ ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെ പെർഫോമൻസ് എന്ത് ചെയ്തിരിക്കണം വിലയിരുത്തിയിട്ടുണ്ടായിരിക്കണം. എങ്ങനെയൊക്കെ നമുക്ക് വിലയിരുത്താം? സ്റ്റാഫുകൾ കൃത്യസമയത്താണ് ഡ്യൂട്ടിയിൽ വരുന്നത്, അവരുടെ ജോലികൾ കൃത്യമായിട്ട് റെസ്പോൺസിബിലിറ്റി അവർ ചെയ്യുന്നുണ്ടോ, പേഷ്യൻസിനെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ടോ, അവർക്ക് വേണ്ട ആവശ്യകതകളൊക്കെ നിറവേറ്റി കൊടുക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് നമ്മൾ സ്റ്റാഫുകളെ വിലയിരുത്തുക. ഇനി അവിടുത്തെ സ്റ്റാഫുകള് നല്ല രീതിയിൽ എല്ലാ പരിചരണം കൊടുക്കുന്നെങ്കിലാണ് ഹോസ്പിറ്റൽ പേഷ്യൻസ് മറ്റ് ഹോസ്പിറ്റൽ ചൂസ് ചെയ്ത് അങ്ങോട്ടേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് പേഷ്യന്റ് കെയർ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള കെയർ കൊടുക്കുകയാണെങ്കിൽ എന്താണ് അതായത് അവരുടെ ആവശ്യകതകൾ മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മൾ പേഷ്യൻസിനെ കെയർ ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ അത് ഹോസ്പിറ്റലിലെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, മനസ്സിലായോ? ഇനി സ്റ്റാഫ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഹോസ്പിറ്റലിൽ നടപ്പാക്കേണ്ടത്? ഓക്കെ, സ്റ്റാഫ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഹോസ്പിറ്റലിൽ നോക്കേണ്ടത്? വാട്ട് ക്യാൻ ദ ഹോസ്പിറ്റൽ ഡു ടു ഇംപ്രൂവ് സ്റ്റാഫ് പെർഫോമൻസ്? നോക്കാം എന്തൊക്കെയാണ്. ഓരോ പോയിന്റ് ബേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? generate a workable and friendly atmosphere for staff. സ്റ്റാഫുകൾക്ക് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? വർക്കബിൾ ആയിട്ട് അതായത് കാര്യക്ഷമമായിട്ട് വളരെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരിക്കണം അല്ലെ. വളരെയധികം സൗഹാർദ്ദപരമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കണം ആർക്ക് കൊടുക്കേണ്ടത്? സ്റ്റാഫുകൾക്ക് കൊടുക്കേണ്ടത്. അല്ലാതെ വളരെയധികം സ്ട്രിക്റ്റഡ് പ്രോട്ടോകോൾസ് ഒക്കെ പിന്തുടർന്നാൽ അവർക്ക് വളരെയധികം സ്ട്രെസ്ഡ് ആയിരിക്കും. അപ്പൊ ആ സ്ട്രെസ് അവർക്ക് ആരോട് കാണിക്കാൻ പറ്റും? വരുന്ന പേഷ്യൻസിന്റെ ആയിരിക്കും അത് തീർക്കുന്നത്. അപ്പൊ ഒരിക്കലും അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് സ്റ്റാഫുകൾക്ക് കൊടുക്കരുത്. അവർക്ക് എപ്പോഴും വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്.
അങ്ങനെയാണെങ്കിൽ എന്താണ് സ്റ്റാഫ് പെർഫോമൻസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് എന്താണ്? എൻഷുർ ഹോസ്പിറ്റൽ സ്റ്റാഫ് അണ്ടർസ്റ്റാൻഡ് ദർ റെസ്പോൺസിബിലിറ്റീസ്. എന്താണ്? ഹോസ്പിറ്റൽ സ്റ്റാഫുകളെ എത്രത്തോളം ഉണ്ടെന്ന് അവർ ഉറപ്പുവരുത്തുക, അതായത് റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കണം അല്ലെ. എന്തൊക്കെ ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട സ്ട്രിക്റ്റ് പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അടങ്ങിയത് സ്റ്റാഫ് പെർഫോമൻസുമായി ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ സ്ഥാപിക്കുകയാണെങ്കിൽ എന്താണ് അവർക്ക് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് അറിയാനും അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി അവർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത് ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കും അവരുടെ പെർഫോമൻസ് അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, എൻഷുർ ഹോസ്പിറ്റൽ സ്റ്റാഫ് അണ്ടർസ്റ്റാൻഡ് ദർ റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്? കണ്ടക്ട് ഹോസ്പിറ്റൽ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേ. ഇനി നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ മാത്രമല്ല ഇവിടെ നടത്തേണ്ടത്, എന്തുകൂടി നടത്തണം? കണ്ടക്ട് ഹോസ്പിറ്റൽ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേ. ഹോസ്പിറ്റൽ എംപ്ലോയീസുമായി ബന്ധപ്പെട്ടും എന്താണ് നമ്മൾ അവരും സാറ്റിസ്ഫൈഡ് ആണോ, അവിടുത്തെ വർക്കേഴ്സും സാറ്റിസ്ഫൈഡ് ആണോ എന്ന് കണ്ടെത്താനായിട്ട് നമ്മൾ സർവേസുകൾ സംഘടിപ്പിക്കുക. ഓക്കെ, യെസ്, അങ്ങനെ നമുക്ക് എന്ത് ഇംപ്രൂവ് ചെയ്യാം? സ്റ്റാഫ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർത്ത് പോയിന്റ് എന്താണ്? മോട്ടിവേറ്റ് നോൺ പെർഫോമേഴ്സ് ടു എൻഹാൻസ് ദെയർ പെർഫോമൻസ്. മോട്ടിവേറ്റ് നോൺ പെർഫോമേഴ്സ് ടു എൻഹാൻസ് ദെയർ പെർഫോമൻസ്. അതായത് ചില സ്റ്റാഫുകൾക്ക് നല്ല കഴിവുകൾ ഉണ്ടാവും അല്ലെ, നല്ല കഴിവുകളുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, പക്ഷെ അവരെന്താണ് പ്രകടിപ്പിക്കില്ല. നല്ല എബിലിറ്റിയും സ്കിൽസ് ഒക്കെ ഉള്ള സ്റ്റാഫുകളുണ്ട്, പക്ഷെ അവർക്ക് ഒരു അവസരം അവിടെ കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താണ് അവർക്ക് ചാൻസ് കൊടുക്കുകയാണെങ്കിൽ അവരുടെ പെർഫോമൻസ് നല്ല രീതിയിൽ അവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. ഇപ്പൊ പേഷ്യന്റ് കെയർ ആയിക്കോട്ടെ, മറ്റെന്ത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, അവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു കപ്പാസിറ്റിയും അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ അവർക്ക് ഉണ്ടായിരിക്കും, പക്ഷെ അവര് അതൊരിക്കലും പ്രകടിപ്പിക്കുന്നില്ല. പ്രകടിപ്പിക്കാത്ത എന്തുകൊണ്ടാണ്? അവർക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല, ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ എന്താണ് കഴിവുള്ള സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ കൂടിയും അവരവിടെ മാറി നിൽക്കുകയാണ് അല്ലെ. അപ്പൊ മോട്ടിവേറ്റ് നോൺ പെർഫോമേഴ്സ് ടു എൻഹാൻസ് ദെയർ പെർഫോമൻസ്. അപ്പൊ നോൺ പെർഫോമേഴ്സ് ആയിട്ട് നിൽക്കുന്നവർ എന്ന് പറഞ്ഞാൽ കഴിവുണ്ടായിട്ടും എന്താണ് അവർ പ്രകടിപ്പിക്കാതെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവരെ എന്താണ് അവർക്ക് വേണ്ട അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. പിന്നെന്താണ്? റിവാർഡ് ബെസ്റ്റ് പെർഫോമേഴ്സ്. പിന്നെന്താ കൊടുക്കേണ്ടത്? സ്റ്റാഫ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് റിവാർഡുകൾ കൊടുക്കുക അല്ലെ. റിവാർഡുകൾ, കോംപ്ലിമെന്റ്സുകൾ കൊടുക്കുന്നത് വഴി സ്റ്റാഫുകളുടെ പെർഫോമൻസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റാഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യാനായിട്ട് നമ്മൾ നടപ്പിലാക്കേണ്ടത് ഒരു ഹോസ്പിറ്റലിൽ? എന്തൊക്കെ കാര്യങ്ങളാണ്? ഇതൊക്കെയാണ് ജനറേറ്റ് എ വർക്കബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഫോർ സ്റ്റാഫ്. സ്റ്റാഫുകൾക്ക് വേണ്ടി നമ്മളൊരു വർക്കബിൾ ആൻഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെന്താണ്? എൻഷുർ ഹോസ്പിറ്റൽ സ്റ്റാഫ് അണ്ടർസ്റ്റാൻഡ് ദ റെസ്പോൺസിബിലിറ്റീസ്. അതായത് അവർക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്നത് കൃത്യമായിട്ട് അവർക്കൊരു ധാരണ കൊടുക്കുക അല്ലെ. ദെൻ കണ്ടക്ട് ഹോസ്പിറ്റൽ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേ. ഹോസ്പിറ്റൽ എംപ്ലോയീസുമായി ബന്ധപ്പെട്ട ഒരു സാറ്റിസ്ഫാക്ഷൻ സർവേ കണ്ടക്ട് ചെയ്യുക. പിന്നെന്താ? മോട്ടിവേറ്റ് നോൺ പെർഫോമേഴ്സ് ടു എൻഹാൻസ് ദെയർ പെർഫോമൻസ്. അതായത് കഴിവുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, അപ്പൊ അവരത് പ്രകടിപ്പിക്കില്ല, അപ്പൊ അവർക്ക് അതിനുള്ള അവസരങ്ങൾ കൊടുക്കുക. അങ്ങനെയും നമുക്ക് സ്റ്റാഫ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദെൻ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർക്കായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? റിവാർഡ് അല്ലെ. ബെസ്റ്റ് പെർഫോമേഴ്സിന് നമ്മൾ റിവാർഡ്, കോംപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കുന്നത് വഴി നമുക്ക് ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, വായിച്ചു നോക്കിയേ, നമുക്ക് ചോദിക്കാം കേട്ടോ. മനസ്സിലായോ പറഞ്ഞത്? യെസ്, ക്ലിയർ ആണല്ലോ. നമ്മൾ രണ്ടാമത്തെ റീസൺ പറഞ്ഞു. അത് ആ റീസൺസ് ഇംപ്രൂവ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഇനി ഇതൊക്കെ സ്റ്റാഫ് പെർഫോമൻസ് കൂടുതൽ നമ്മൾക്ക്
ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് നമ്മൾ എന്തെല്ലാം സ്ട്രാറ്റജീസ് എന്തെല്ലാം തന്ത്രങ്ങളാണ് അതിൽ മെനയുന്നത് അല്ലെ? ഇംപ്ലിമെന്റിംഗ് പെർഫോമൻസ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് സ്റ്റാഫ് പ്രൊഡക്ടിവിറ്റി. അതായത് സ്റ്റാഫുകളുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനായിട്ട് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ തന്ത്രങ്ങൾ നടപ്പിലാക്കാം കേട്ടോ. ഈ ഓരോ 5 റീസൺസിലും നമ്മളിങ്ങനെ അതിന് 5 ഇംപ്ലിമെന്റേഷൻ സ്ട്രാറ്റജീസും പറയുന്നുണ്ട്. അത് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണങ്ങളും ഓരോന്നിലും പറയുന്നുണ്ട് കേട്ടോ. എല്ലാ പോയിന്റ്സിലും അത് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ മനസ്സിലാക്കി തന്നെ പഠിച്ചു പോകണം കേട്ടോ. നമുക്ക് നോക്കാം. ഇംപ്ലിമെന്റിംഗ് പെർഫോമൻസ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് സ്റ്റാഫ് പ്രൊഡക്ടിവിറ്റി. ഇവിടെ നിന്ന് ഇന്നോടാണ് കേട്ടോ. ഇംപ്രൂവ് ദ വർക്ക് എൻവയോൺമെന്റ്. എന്താണ് ചെയ്യേണ്ടത്? നമ്മള് വർക്ക് എൻവയോൺമെന്റ് ഇംപ്രൂവ് ചെയ്യുക. എലിവേഷൻസിന് കൊടുക്കുന്ന വർക്ക് എലിവേഷൻസ് നല്ല രീതിയിലുള്ള ഒരു നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിലായിരിക്കും അവർക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, ട്രീറ്റ് സ്റ്റാഫ് മെമ്പേഴ്സ് വിത്ത് റെസ്പെക്ട്. എന്താ ചെയ്യേണ്ടത്? സ്റ്റാഫ് മെമ്പേഴ്സിനോട് റെസ്പെക്റ്റോട് കൂടി ആയിരിക്കണം പെരുമാറേണ്ടത്. ഓക്കെ, സ്റ്റാഫ് മെമ്പേഴ്സിനോട് നമ്മൾ റെസ്പെക്റ്റോട് കൂടി ആയിരിക്കണം പെരുമാറേണ്ടത്. Then provide feedback regularly. എന്താണ് provide feedback regularly എന്ന് പറഞ്ഞാൽ? എന്താണ്? അവർ ചെയ്യുന്ന പെർഫോമൻസുമായി ബന്ധപ്പെട്ട് സ്റ്റാഫ് ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട റെഗുലർ ആയിട്ട് നമുക്ക് അവരുടെ ഫീഡ്ബാക്ക് കൊടുക്കണം അല്ലെ? ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ എന്താണ് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ എന്താണ് അവർക്കത് തിരിച്ച് പരിഹരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ റെഗുലർ ആയിട്ട് കൊടുക്കുക. അപ്പൊ ഇന്ന ഒരു ദിവസം ഡിപ്പാർട്ട്മെന്റിൽ ചെയ്ത കാര്യങ്ങൾ കുറച്ച് എന്തെങ്കിലും തരത്തില് പോരായ്മകൾ ഉണ്ടായിരിക്കും. വൈകുന്നേരത്തിനുള്ളിൽ നമ്മൾ ആ ഫീഡ്ബാക്ക് കൊടുക്കുകയാണ് അല്ലെ? ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിലുള്ളത് കൊടുക്കുകയാണ്. അപ്പൊ പിറ്റേ ദിവസം തുടങ്ങി എന്താണ് നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെന്താ? Be empathetic and motivate non-performers. Be empathetic and motivate non-performers. നമ്മള് എംപത്തറ്റിക് ആയിട്ട് നോൺ പെർഫോമേഴ്സിനെ എന്താണ് മോട്ടിവേറ്റ് ചെയ്യുക അല്ലെ? നോൺ പെർഫോമൻസ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ പറഞ്ഞില്ലേ, കഴിവുണ്ടായിട്ടും പെർഫോമൻസ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരെ കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ട മോട്ടിവേഷൻസ് കൊടുത്തിട്ട് അവരുടെ പെർഫോമൻസ് നല്ല ഭംഗിയാക്കാനായിട്ട് അവർക്ക് പ്രചോദനം നൽകുക. ഓക്കെ, പിന്നെന്താ? acknowledge and reward best performers. എന്താ പറയുന്നത്? acknowledge and reward best performers. ബെസ്റ്റ് പെർഫോമേഴ്സിന് നമ്മൾ റിവാർഡ്സ് കൊടുക്കുക അല്ലെ? അംഗീകാരവും അതുപോലെ തന്നെ എന്താണ് അവാർഡുകളും പ്രദാനം ചെയ്യുക. ഓക്കെ, acknowledge and reward best performers. ഒന്നുകൂടി നോക്കാം. ഇംപ്ലിമെന്റിംഗ് പെർഫോമൻസ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് സ്റ്റാഫ് പ്രൊഡക്ടിവിറ്റി. സ്റ്റാഫ് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട തന്ത്രങ്ങൾ അഥവാ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? ഇംപ്രൂവ് ദ വർക്ക് എൻവയോൺമെന്റ്. സ്റ്റാഫുകളുടെ വർക്ക് എൻവയോൺമെന്റ് ഇംപ്രൂവ് ചെയ്യുക. ട്രീറ്റ് സ്റ്റാഫ് മെമ്പേഴ്സ് വിത്ത് റെസ്പെക്ട്. സ്റ്റാഫ് മെമ്പറോട് നമ്മൾ നല്ല രീതിയിൽ റെസ്പെക്റ്റോട് കൂടി തന്നെ പെരുമാറുക. Then provide feedback regularly. അവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ട് ഫീഡ്ബാക്ക് റെഗുലർ ആയിട്ട് കൊടുക്കുക. പിന്നെ എങ്ങനെയായിരിക്കണം? ബി എംപത്തറ്റിക് ആൻഡ് മോട്ടിവേറ്റ് നോൺ പെർഫോമേഴ്സ്. നോൺ പെർഫോമേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മള് അവരോട് എംപത്തറ്റിക് ആയിരിക്കണം. അതോടൊപ്പം തന്നെ എന്താണ് അവർക്ക് വേണ്ട മോട്ടിവേഷൻസ് കൊടുക്കുക, അവർക്ക് പെർഫോമൻസുകൾ എന്താണ് നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് അവരെ സഹായിക്കുക. acknowledge and reward best performance. അവർക്ക് നല്ല രീതിയിൽ അംഗീകാരവും അതായത് ബെസ്റ്റ് പെർഫോമൻസിനുള്ള അംഗീകാരവും അവാർഡും പ്രദാനം നൽകും. അംഗീകാരവും അവാർഡും അവർക്ക് നല്ല രീതിയിൽ കൊടുക്കുക. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് സ്റ്റാഫ് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ട തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ? യെസ്.
ഒരു 2 minutes കേട്ടോ. ചെറിയൊരു ഡിഫിക്കൽട്ടി തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഒരു 2 minutes. Okay. തുടങ്ങാം. നെക്സ്റ്റ് റീസൺ ആണ് നമ്മൾ നോക്കുന്നത്. To know miffed and angry patients. നമ്മൾ 5 കാരണങ്ങളിൽ പറഞ്ഞതില് മൂന്നാമത്തെ റീസൺ ആയിരുന്നു അല്ലേ? To know angry and miffed patients. എന്താണ് angry and miffed patients എന്ന് പറയുന്നത്? വളരെയധികം ദേഷ്യവും അതുപോലെ തന്നെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? ഓക്കെ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. Every hospital needs a situation where they should deal with angry patients. It's a challenging task to cope with such a patient, and especially when they exhibit their frustration on hospital. Patients can be upset because of various reasons such as delay in appointments, long patient wait times, wrong diagnosis and treatment, absence of quality care, and a lot of more. നമുക്ക് നോക്കാം എന്താണ്. എവറി ഹോസ്പിറ്റൽ മീറ്റ്സ് എ സിറ്റുവേഷൻ ഡീൽ വിത്ത് ആംഗ്രി പേഷ്യന്റ്. നമുക്കറിയാം ചില ഹോസ്പിറ്റൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ കാണാറുണ്ട് അല്ലെ? കുറെ നേരം ഞങ്ങൾ ക്യൂ നിൽക്കുന്നത്, എത്ര പ്രാവശ്യം ഡോക്ടറിന് വെയിറ്റ് ചെയ്യുന്നത്, എത്ര സമയമായിട്ട് ഞങ്ങളുടെ പേര് വിളിക്കാത്ത എന്താണെന്ന് പറഞ്ഞ ഒച്ചപ്പാടും ബഹളം എടുക്കുന്ന ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? കുറെ പേര് അങ്ങനെ ഉണ്ടാവാറുണ്ട് അല്ലെ? അവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. കാരണം ഒന്നാമത് ചിലപ്പോൾ അവർക്ക് പ്രോട്ടോകോൾ നല്ല രീതിയിലായിരിക്കില്ല അല്ലെ? പേഷ്യൻസിന് എത്ര നേരം വെയിറ്റ് ചെയ്യാൻ പറ്റും, മറ്റാവശ്യങ്ങളുണ്ടല്ലേ? അപ്പൊ ഡിലേ വരുമ്പോ പ്രത്യേകിച്ച് എന്തിലൊക്കെയാണ് ഈ പേഷ്യൻസ് റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ്? അപ്പൊ അങ്ങനെ ആംഗ്രിങ് പേഷ്യൻസിനെ നമ്മൾ അല്ലെങ്കിൽ ആംഗ്രിങ് ആയിട്ട് വരുന്ന സ്റ്റാഫുകളെ കസ്റ്റമേഴ്സിനെ നമ്മൾ ഹോസ്പിറ്റലിൽ ഡീൽ ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ? ഓക്കെ, അപ്പൊ ഒരു ഫ്രസ്ട്രേഷൻസ് ഒക്കെ വളരെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും. കാരണം കുറെ സമയം ഒരു ഡോക്ടറെ കാണാനായിട്ട് നമുക്ക് മാക്സിമം 1 മണിക്കൂറൊക്കെ മാക്സിമം ഇരിക്കാൻ പറ്റും അല്ലെ? അത് കഴിഞ്ഞിട്ട് ഒരു
ഇരിക്കാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർക്ക് സുഖമില്ലാതെ വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് മരുന്ന് വാങ്ങിച്ച് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാന്നുള്ളൊരു റേഞ്ചിലായിരിക്കും വരുന്നത്. ഓക്കെ, ഇൻ കേസ് അഡ്മിറ്റ് ആവാനാണെങ്കിൽ കൂടി എന്താണ്, നമുക്ക് ഡിലേ ആയി കഴിഞ്ഞാൽ എന്ത് കാര്യമാണെങ്കിൽ നമുക്ക് ദേഷ്യം വരും അല്ലേ? എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് നടക്കണം, അല്ലെങ്കിൽ ആർക്കാണെങ്കിലും ദേഷ്യം വരും. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ പ്രത്യേകിച്ച് എങ്ങനെയാണ് ഈ ഹോസ്പിറ്റൽ സിറ്റുവേഷൻസ് പേഷ്യൻസിന് ഇങ്ങനെ ആംഗ്രി പേഷ്യൻസ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഏതൊക്കെ സിറ്റുവേഷൻസിലാണ്? ഒന്ന് ഏതാണ്? ഡിലേ ഇൻ അപ്പോയിന്റ്മെന്റ്സ് അല്ലെ, അവർ കൊടുത്തിരിക്കുന്ന അപ്പോയിന്റ്മെന്റ്സിൽ ഡിലേ വന്ന പേഷ്യൻസ് ചൂടാവും. പിന്നെ എന്താണ്? അപ്പോയിന്റ്മെന്റ്സ് ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് ചൂടാവാനുള്ള ചാൻസ്. ലോങ് പേഷ്യന്റ് വെയിറ്റ് ടൈംസ്, പിന്നെ എന്താണ്, വെയിറ്റിംഗ് ടൈംസ് കൂടി കഴിഞ്ഞാലും പേഷ്യൻസിന് ദേഷ്യപ്പെടുന്നത്. റോങ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, നല്ല രീതിയിലുള്ള ചികിത്സകളെല്ലാം അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ, ഡയഗ്നോസിസ് നല്ല രീതിയിലല്ല എങ്കിൽ എന്താണ്, പേഷ്യൻസിന് ആ ഒരു സിറ്റുവേഷൻസിലും അവർ സാറ്റിസ്ഫൈഡ് ആയിട്ട് അവർ ആ ഒരു ദേഷ്യം നമ്മളോട് ഹോസ്പിറ്റൽ സ്റ്റാഫുകളോടും അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോടൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. പിന്നെന്താ? ആബ്സെൻസ് ഓഫ് ക്വാളിറ്റി കെയർ, അവരെ നല്ല രീതിയിൽ പരിചരിച്ചില്ലെങ്കിൽ അല്ലെ, അവരുടെ പരിചരണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറവുകൾ വന്നാലും നമുക്ക് ദേഷ്യം വരാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ലോട്ട് ഓഫ് മോർ, അത് കൂടാതെ തന്നെ ഒട്ടനവധി കാരണങ്ങൾ പേഷ്യൻസിൽ അതുപോലെ ആംഗ്രി പേഷ്യൻസിന് വരാം. പെട്ടെന്ന് ദേഷ്യം ടെമ്പററി ഉള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ആണെങ്കിൽ എന്താണ്, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഡിലേസ് വന്ന അപ്പൊ തന്നെ പേഷ്യന്റ് ഒരു വളരെ ബഹളം ഉണ്ടാക്കിയിരിക്കും. ഓക്കെ, ഇത്തരം സിറ്റുവേഷൻസിലാണ് പ്രധാനമായിട്ട് പേഷ്യൻസിന് ആംഗ്രീസ് വരുന്നതെങ്കിൽ അവരെ മൂഡ് ഓഫ് ആവുന്ന സിറ്റുവേഷൻസ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. അത് അണ്ടർലൈൻ ചെയ്തിട്ട് നിങ്ങൾ patient can be upset because of various reasons. എന്തൊക്കെ റീസൺസ് കൊണ്ടാണ്? delay in appointments, long patient wait times, wrong diagnosis treatment, absence of quality care, and a lot more. ഇത് കൂടാതെ അനവധി കാര്യങ്ങളാണ് വരുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ ഇങ്ങനെ ആംഗ്രീഡ് ആയിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ എങ്ങനെയായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്? If hospital do not address their issue, they might even face legal threats from the patient. Hospital cannot disagree with such situation, so it's better to learn how to cope with patient. As a care provider, hospital need to realize the warning signs and control the situation before it gets worsened, and need to create best practices and follow them to handle angry patients. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ തന്നെ രോഗികളെ നമ്മള് ദേഷ്യപ്പെടുന്ന സമയത്ത് അവരൊരിക്കലും നമ്മൾ അവോയ്ഡ് ചെയ്യരുത് അല്ലെങ്കിൽ അവഗണിക്കുന്ന രീതിയിൽ നമ്മൾ അവരോട് പെരുമാറരുത്. എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ഹോസ്പിറ്റൽക്കാർ വരെ യാതൊരു പരിഗണനയും കൊടുക്കാതെ പെരുമാണെങ്കിൽ അവർ നേരെ എന്ത് ചെയ്യും? കംപ്ലൈൻസ് കൊടുക്കും അല്ലെ. ആ ഹോസ്പിറ്റലിനെതിരെ കംപ്ലൈൻസ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് ഈ തരത്തിലുള്ള സിറ്റുവേഷൻസ്. അപ്പൊ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ ചൂടായി വരുന്ന പേഷ്യൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? വളരെ കെയർഫുൾ ആയിട്ട് തന്നെ അവരെ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, മെയിൻ ആയിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം അല്ലെ, കംപ്ലീറ്റ് ആയിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അവർക്ക് യാതൊരു വിധത്തിലുള്ള ഒരു അവോയ്ഡ്നെസ് തോന്നാതെ അവരോട് ബിഹേവ് ചെയ്യണം. മാത്രമല്ല പിന്നെ എന്താണ്, അതുപോലെ സ്റ്റാഫുകൾ വന്ന് നമ്മൾ ആശ്വസിപ്പിക്കാറില്ലേ, ഇനിയിപ്പോ നിങ്ങൾ വിഷമിക്കേണ്ട, ഡോക്ടർ കുറച്ച് സമയത്തിനുള്ളിൽ എത്തിച്ചേരും, നിങ്ങളത് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മള് കുറച്ച് പറയുന്നില്ലെങ്കിൽ ക്യാൻറ്റീനിലേക്ക് ഒന്ന് പോയിരിക്കും, റിഫ്രഷ് ചെയ്യാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വളരെ പൊളൈറ്റ് ആയിട്ട് പറയുവാണെങ്കിൽ എന്താണ്, ഒരു വിധത്തിൽ അവരുടെ ദേഷ്യമൊക്കെ നമുക്ക് ഒതുക്കാനായിട്ട് സാധിക്കും. അല്ലാത്ത പക്ഷം എന്താണ്, അവർ കിടന്ന് പൊട്ടിത്തെറിക്കുന്ന സിറ്റുവേഷൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അത് ഗുരുതരമായിട്ട് വേഴ്സൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഗുരുതരമായിട്ടുള്ള സിറ്റുവേഷൻസിലേക്കൊക്കെ പോയെന്ന് വരാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലാതിരിക്കാനായിട്ട് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടും നമ്മൾ അവരോട് ബിഹേവ് ചെയ്യാം. പിന്നെന്താണ്, ഇങ്ങനെയുള്ള ആംഗ്രി പേഷ്യൻസിനെ കൈകാര്യം ചെയ്തതിനായിട്ട് സ്റ്റാഫുകൾക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ പ്രാക്ടീസസ് കൊടുക്കേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള പേഷ്യൻസ് വരുന്ന സമയത്ത് ഇപ്പൊ സ്റ്റാഫുകളും പേഷ്യൻസും കൂടി ഇടികൂടി എന്ത് ചെയ്യും അല്ലെ, ഭയങ്കര പ്രശ്നമായി പോകും അല്ലെ. വരുന്ന
സ്റ്റാഫും കൊള്ളൂല, പേഷ്യൻസും കൊള്ളൂല, രണ്ടും കൂടി ഇടിയായി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പൊ ഹോസ്പിറ്റൽ സ്റ്റാഫാണ് അവിടെ ശരിക്കും താങ്ങു കൊടുക്കേണ്ടത്, അല്ല അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു തന്ത്രം പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള ദേഷ്യമുള്ള പേഷ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് അവരോട് ബിഹേവ് ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് സ്റ്റാഫുകൾക്ക് നമുക്ക് എന്താണ് പ്രാക്ടീസ് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞ എന്താണ്, ടു നോ വിത്ത് ആൻഡ് ആംഗ്രി പേഷ്യൻസ്, അതായത് ഹോസ്പിറ്റലിൽ വരുന്ന ഒരു മിക്ക പേഷ്യൻസ് എങ്ങനെയായിരിക്കും ആംഗ്രീഡ് ആയിട്ട് അല്ലെങ്കിൽ മൂഡ് ഓഫ് ആയിട്ടുള്ള പേഷ്യൻസുകൾ ഉണ്ടാകാം. അവർക്ക് നമുക്ക് ഡിലേസ് ഒന്നും പറ്റില്ല, അപ്പോയിന്റ്മെന്റ്സിൽ ഡിലേ വന്നാലോ അല്ലെങ്കിൽ ക്വാളിറ്റി കെയറിലേക്ക് ഡിലേ വന്നാൽ അവരെന്താണ് അപ്പൊ തന്നെ അവർ തഹലുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ എത്രയും പെട്ടെന്ന് അവഗണിക്കാതെ, അല്ലെങ്കിൽ അങ്ങനെ സിറ്റുവേഷൻ വന്നവർ ഉടനടി പോയി കംപ്ലൈന്റ് കൊടുക്കാനായിരിക്കും നോക്കും. അങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവരോട് കാം ആൻഡ് ക്വയറ്റായിട്ട് സംസാരിക്കുക, അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തിട്ട് അവരെ റെസ്റ്റ് ചെയ്യാൻ വിടുക, അല്ലെ. ഒരു എന്താ പറയാ, പൊളൈറ്റ് ആയിട്ട് അവരോട് സംസാരിച്ച് കൺവിൻസ് ചെയ്യാൻ പറ്റണം സ്റ്റാഫുകൾക്ക്. അപ്പൊ അങ്ങനെ കൺവിൻസ് ചെയ്യണമെങ്കിൽ എന്താണ്, സ്റ്റാഫുകൾക്ക് നമുക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് കൊടുത്തിരിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായോ? ടു നോ ഇഫ് ആൻഡ് ആംഗ്രി പേഷ്യൻസ് എന്താണ്? വളരെ ഓക്കെ, ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് ടു ഡീൽ വിത്ത് ആംഗ്രി പേഷ്യൻസ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, ആംഗ്രി പേഷ്യൻസിനെ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് നോക്കേണ്ടത്, ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? സ്റ്റെപ്പ് 1 നോക്കാട്ടോ. Acknowledge and listen to patients' complaints calmly. First step എന്താണ്, ഇത്തരത്തിലുള്ള പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുമ്പോൾ acknowledge and listen to പേഷ്യൻസിന്റെ അവർ പറയുന്ന കംപ്ലൈന്റ്സിന് നമ്മളൊന്ന് അംഗീകരിച്ചു കൊടുക്കുക, കാം ആയിട്ടിരുന്ന് നമ്മളത് കേൾക്കുക, അല്ലെ. അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുത്തപ്പോ എന്താണ്, അവര് കുറെ കൂടി കൂളാവും, അല്ലെ. യെസ്, അതാണ് സ്റ്റെപ്പ് 1 നമ്മൾ ചെയ്യേണ്ടത്. acknowledge and listen to patients' complaints calmly. ഇവർ പറയുന്ന പ്രശ്നങ്ങൾ നമ്മൾ കേട്ടു കൊടുക്കുക, നല്ലൊരു ലിസണർ ആയിരിക്കുക, അല്ലാതെ അത് നല്ലൊരു ക്വാളിറ്റിയാണ്. ദെൻ സ്റ്റെപ്പ് 2 നമ്മൾ എന്താ ചെയ്യേണ്ടത്, try to understand the root cause of the problem. Try to understand the root cause of the problem. പിന്നെ എന്താണ് നമ്മൾ നോക്കേണ്ടത്, പ്രശ്നത്തിന്റെ പ്രധാന കാരണം എന്താണെന്ന് കണ്ടെത്തുക. ആ പേഷ്യന്റ് ചൂടാവാനുള്ള പ്രധാന കാരണം, ഒരു മോട്ടീവ് ഉണ്ടാവും, അല്ലെ. അതെന്താണ് ആ റീസൺ എന്നാണ് കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് വേണം അവരോട് സംസാരിക്കാനായിട്ട്. ദെൻ സ്റ്റെപ്പ് 3 എന്താണ്, അവോയ്ഡ് ബീയിങ് ഡിഫെൻസീവ് ആൻഡ് റെസ്പോണ്ട് വിത്ത് എംപതി. അവോയ്ഡ് ബീയിങ് ഡിഫെൻസീവ് ആൻഡ് റെസ്പോണ്ട് വിത്ത് എംപതി. എന്താണ്, പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ അവരോട് വളരെ എംപത്തറ്റിക് ആയിട്ട് സംസാരിക്കുക. അവിടെ ഡിഫെൻസീവ് ആയിട്ടുള്ള മാർഗങ്ങളൊന്നും തന്നെ സ്വീകരിക്കുക. ഡിഫെൻസീവ് ആണെന്ന് വെച്ചാൽ പ്രതിരോധാത്മകമായിട്ട് നമ്മൾ അതേപോലെ അവര് ചിലപ്പോൾ തല്ലാനൊക്കെ ചിലപ്പോൾ കൈ ഉയർത്തിന്നിരിക്കും, അതേപോലെ തിരിച്ചും തല്ലാൻ കൈ ഉയർത്താൻ പാടില്ല. പകരം അവരോട് വളരെ എംപത്തിക് ആയിട്ട് നമ്മൾ സംസാരിക്കുക. ഓക്കെ, യെസ്. ദെൻ സ്റ്റെപ്പ് 4 എന്താണ്, മേക്ക് ദ പേഷ്യൻസ് ഫീൽ ദെയർ കൺസേൺസ് ആർ ടേക്കൺ സീരിയസ്ലി. നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്, മേക്ക് ദ പേഷ്യൻസ് ഫീൽ ദാറ്റ് ദെയർ കൺസേൺസ് ആർ ടേക്കൺ സീരിയസ്ലി. എന്താണ്, നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചോദിച്ചറിയണം, അല്ലെ. അവരുടെ ആവശ്യങ്ങൾക്ക് നമുക്കൊരു കൺസേൺ കൊടുക്കണം, അതായത് നമ്മൾ അവരെ പരിഗണിക്കുന്നു ഉണ്ടെന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടായിരിക്കണം, അല്ലെ. അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചറിഞ്ഞിട്ട് അവരെ നമ്മൾ സീരിയസ് ആയിട്ട് അവരുടെ പ്രശ്നത്തെ നോക്കി കാണുന്നുള്ളൊരു തോന്നൽ അവർക്ക് തോന്നുന്ന രീതിയിലായിരിക്കണം സ്റ്റാഫുകൾ അവിടെ ബിഹേവ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെന്താ സ്റ്റെപ്പ് 5, apologize and take quick action to settle the problem. Apologize and take quick action to settle the problem. പിന്നെ എന്താണ്, അഞ്ചാമത്തെ സ്റ്റെപ്പിൽ എന്താ പറയുന്നത്, അപ്പൊ തെറ്റാറായിക്കോട്ടെ ചെയ്തത് അവരോട് ക്ഷമ ചോദിക്കുക. പേഷ്യൻസ് ആണെങ്കിൽ കൂടി പേഷ്യൻസ് ഇങ്ങോട്ടാണ് ചെയ്തെങ്കിൽ കൂടി നമ്മൾ ക്ഷമ ചോദിക്കുക, സോറി പറയുക, അല്ലെ. ആൻഡ് എന്താണ്, പിന്നെ അതിന് ആ പ്രോബ്ലത്തിനെ പരിഹരിക്കുന്നതിനുള്ള അതർ ആക്ഷൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലെ. അവരോട് ക്ഷമ ചോദിക്കുകയും അവരുടെ പ്രോബ്ലംസ് സെറ്റിൽ ചെയ്യാനുള്ള ആക്ഷൻസ് തുടരുകയും ചെയ്യുക. ഓക്കെ, സ്റ്റെപ്പ് 6 എന്താണ്, കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി അബൌട്ട് വാട്ട് യു ക്യാൻ ഡു അബൌട്ട് ദി സിറ്റുവേഷൻ.
Communicate clearly about what you can do about the situation. എന്താണ് ഈ സിറ്റുവേഷൻസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അവരോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെ? ക്ലിയർ കമ്മ്യൂണിക്കേഷൻ അല്ലെ? പ്രോപ്പർ ആയിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എന്താണ് അവിടെ ആ ഒരു സിറ്റുവേഷൻ അല്ലെ? ആ സിറ്റുവേഷൻ മാനീകരിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങള് നമ്മൾ ആ സിറ്റുവേഷൻസ് ആ പേഷ്യൻസിനെ കടത്തിക്കൊണ്ടുവരാം അല്ലെ? സിറ്റുവേഷൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. ഓക്കെ, യെസ്. എന്താ നമ്മൾ പറഞ്ഞത്? ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് ടു ഡീൽ വിത്ത് ആംഗ്രി പേഷ്യൻസ് അല്ലെ? ആംഗ്രി പേഷ്യൻസിനെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതൊക്കെയാണ്. ഒന്ന്, പേഷ്യൻസിന്റെ കംപ്ലൈന്റ്സ് എന്താണെന്ന് അംഗീകരിക്കണം അല്ലെ? അക്നോളജ് ആൻഡ് ലിസൺ ടു പേഷ്യൻസ് കംപ്ലൈന്റ്സ് കാംലി. പിന്നെന്താ? ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ റൂട്ട്സ് ഓഫ് ദ കേസ് ഓഫ് പ്രോബ്ലം. പ്രശ്നത്തിന്റെ പ്രധാന കാരണം എന്താണെന്ന് നമ്മൾ കണ്ടെത്തുക. Then avoid being defensive and respond with empathy. പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ പ്രതിരോധാത്മകമായിട്ട് പെരുമാറാതെ എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്? എംപത്തറ്റിക് ആയിട്ട്, അതിന് നല്ല സഹാനുഭൂതിയോട് കൂടി തന്നെയായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത്. Then make the patients feel that their concerns are taken seriously. അവരുടെ പ്രശ്നങ്ങൾ വളരെയധികം സീരിയസ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ടെന്ന് അവർക്കൊരു തോന്നല് തോന്നിക്കണം അല്ലെ? അതായത് അവർക്ക് ആ ഒരു ധാരണ ഉണ്ടാവണം, നമ്മൾ അവരുടെ പ്രശ്നങ്ങള് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്ന് അവർക്ക് തോന്നണം. ഓക്കെ, പിന്നെന്താ? അപ്പോളജൈസ് ആൻഡ് ടേക്ക് ആക്ഷൻ ടു സെറ്റിൽ ദ പ്രോബ്ലം. അവരോട് ക്ഷമ ചോദിക്കും, അവരുടെ പ്രശ്നങ്ങൾക്ക് എന്താണ് സെറ്റിൽ ചെയ്യാനുള്ള ആക്ഷൻസ് അപ്പോൾ തന്നെ എടുത്തിട്ട് അത് കൃത്യമായിട്ട് അത് നിറവേറ്റുക. ഓക്കെ, പിന്നെന്താ? കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി അബൌട്ട് വാട്ട് യു ക്യാൻ ഡു അബൌട്ട് ദ സിറ്റുവേഷൻ. അപ്പൊ അവരോട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആ സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് അവരോട് ചോദിച്ചു തരണം. അവർക്ക് വേണ്ടത് എന്താണെന്നുള്ള രീതിയിൽ അത് നമ്മൾ കൃത്യമായിട്ട് നിറവേറ്റി കൊടുക്കുക. 6 രീതിയിലാണ്, 6 സ്ട്രാറ്റജീസ് ആണ് നമുക്ക് ഈ തരത്തിലുള്ള ആംഗ്രീഡ് ആയിട്ടുള്ള ന്യൂറോസ് ആയിട്ടുള്ള പേഷ്യൻസിന് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? എല്ലാരെയും മനസ്സിലായോ? ബോറടിക്കണ്ടോ? ശ്രുതി, നിമ്മി, അനുശ്രീ, അനുലക്ഷ്മി, നിറ്റി, ബോറടിക്കണ്ടോ? ഇല്ല. തുഷാര? ഇല്ല. കുറച്ച് ബോറടിച്ചോട്ടെ, കുഴപ്പമില്ല. കുറച്ചും കൂടി അല്ലേ ക്ലാസ് ഒക്കെ തീരപ്പായില്ലേ? കുറച്ച് ബോറൊക്കെ അടിക്കാല്ലേ നമുക്ക്? യെസ്. ഇനി നമുക്ക് നോക്കുന്നത് വാട്ട് ക്യാൻ ഹോസ്പിറ്റൽ ഡു ടു ഡീൽ വിത്ത് ആംഗ്രി പേഷ്യൻസ്. ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയി തോന്നുന്നു കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് ഇംപ്ലിമെന്റേഷൻ വരേണ്ടത്. കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ നമുക്ക് ഇത്തരത്തിൽ ആംഗ്രി പേഷ്യൻസിനെ എങ്ങനെ നമുക്ക് ശരിയാക്കാം, എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം എന്നാണ് പറയുന്നത് കേട്ടോ. എല്ലാ പോയിന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റിലേറ്റഡ് ആണ്. നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ മനസ്സിലാവണില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ് കിടക്കുന്നത്. യെസ്. Take a deep breath and try to remain calm. ഇങ്ങനെയുള്ള പേഷ്യൻസിന്റെ അടുത്ത് ഒന്ന് ചെല്ലുമ്പോ എന്താണ്? നല്ലൊരു ടേക്ക് ബ്രീത്ത് എടുക്കുക അല്ലെ? നല്ല ശ്വാസം എടുത്തിട്ട് ഒന്ന് സംസാരിക്കുക. അപ്പൊ തന്നെ നമ്മളൊന്ന് കൂളാവും അല്ലെ? ഇൻഹേലും എക്സേലും ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മനസ്സൊന്ന് കൂളായി കഴിയും. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതാണ് ചെയ്യേണ്ടത് അല്ലെ? ടേക്ക് എ ഡീപ് ബ്രെത്ത് ആൻഡ് ട്രൈ ടു റിമെയിൻ കാം. നമ്മൾ വളരെ ശാന്തമായിട്ട് ഇരിക്കാനായിട്ട് നല്ലൊരു ഡീപ് ബ്രെത്ത് എടുത്തിട്ട് വളരെ ആശ്വാസത്തോടുകൂടി അവരോട് ബിഹേവ് ചെയ്യുക. നമ്മളും അതേ സിറ്റുവേഷൻസോട് തന്നെ അതേ ലക്ഷ്യത്തോട് പോയി കഴിഞ്ഞാൽ എന്താണ്? അവർക്കും നമ്മളും അവരൊക്കെ ഒരേപോലെ തന്നെ ആയിപ്പോകും അല്ലെ? അങ്ങനെ പറയരുത്. വളരെ കീപ്പ് ആൻഡ് കാം ആയിട്ട് ചെല്ലാം. ഓക്കെ, കൂൾ ആൻഡ് കാം ആയിട്ട് ചെല്ലുക. എന്നിട്ട് അവരോട് സംസാരിക്കുക, വളരെ ക്വൈറ്റ് ആയിട്ട് സംസാരിക്കുക. Then gather all the details about the patient diseases and treat. എന്താണ്? Gather all the details about the patient diseases and treatment provided to them. പിന്നെ എന്താണ്? നമ്മൾ ആ രോഗിയുടെ രോഗത്തെ കുറിച്ചിട്ടോ അതുപോലെ തന്നെ എന്താണ് നൽകിയിട്ടുള്ള ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ വിവരങ്ങളെ കൃത്യമായിട്ട് ശേഖരിക്കുക അല്ലെ? എല്ലാ ഡീറ്റെയിൽസും ആ രോഗിയുമായി ബന്ധപ്പെട്ട അവരുടെ രോഗവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്താണ്? എല്ലാ ഡീറ്റെയിൽസും ശേഖരിക്കുക, കളക്ട് ചെയ്യുക.
അപ്പോഴേ മാത്രം നമുക്ക് അറിയാൻ പറ്റുള്ളൂ പേഷ്യന്റ് എന്തിനാണ് ഈ ചൂടാവുന്നതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ അല്ലെ. Then spend quality time with patient to detect reasons behind their outburst. Spend quality time with patient to detect reason behind their outburst. എന്താണ്? അതായത് അവരോട് കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് എന്താണ് ആ ദേഷ്യത്തിന്റെ കാരണം എന്ന് നമ്മൾ ചോദിച്ചറിയാം അല്ലെ. അവര് എന്താണ് ഓൾറെഡി ഔട്ട്ബേസ്റ്റ് ആയി. ഔട്ട്ബേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് സമയത്ത് നമ്മള് ആ ഒരു സമയത്ത് കുറച്ച് സമയം അവരുടെ കൂടെ നിന്നിട്ട് എന്താണ് സംഭവിച്ചത്, എന്താണ് നിങ്ങൾ ചൂടാവാനുള്ള കാരണം നമ്മൾ ചോദിച്ചറിയാം. വളരെ ക്വൈറ്റ് ആയിട്ട് നമ്മൾ ചോദിച്ചറിയാം. വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാം. ഓക്കെ. Then show empathy and try to solve their issue. അത് ചോദിച്ചറിഞ്ഞതിന് ശേഷം നമ്മൾ അവരോട് എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യേണ്ടത്, വളരെയധികം എംപത്തറ്റിക് ആയിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു ടോക്ക് ആയിരിക്കണം പിന്നീട് അവിടെ ചെയ്യേണ്ടത്. ഓക്കെ. Show empathy and try to solve their issues. Then avoid giving away to any arguments and defend against threats. Avoid giving away to any arguments and defend against threats. എന്ന് പറയുന്നത് എന്താ? അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആർഗ്യുമെന്റ്സ് ഒന്നും കൊടുക്കാതെ അല്ല, അവർ പറയുന്നതിനൊക്കെ പ്രതികൂലിച്ച് നിൽക്കരുത് ഒരിക്കലും. നമ്മൾ അനുകൂലമായിട്ടുള്ള രീതിയിലായിരിക്കും അവരോട് സംസാരിക്കേണ്ടത്. അപ്പൊ ആ അതൊരു വലിയ പ്രശ്നമാക്കി മാറ്റാതെ നമ്മൾ എന്ത് ചെയ്യണം, വലിയൊരു ത്രെറ്റ് ആക്കി മാറ്റാതെ നമ്മൾ എന്ത് ചെയ്യണം, ത്രെറ്റ്സിന്റെ സ്പെല്ലിംഗ് തെറ്റാണ് അവിടെ, ത്രെറ്റാണ് കേച്ചു തന്നെ. അത് വലിയൊരു പ്രശ്നമാക്കി മാറ്റാതെ നമ്മൾ വളരെയധികം എന്താണ് ആർഗ്യുമെന്റ്സ് ഒന്നും പറയാതെ പ്രതികൂലമായിട്ട് അനുകൂലമായി സംസാരിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുക. ഓക്കെ. പിന്നെന്താ? പ്രൊട്ടക്ട് ലീഗലി by carefully documenting clinical and administrative compliance. Protect legally by carefully documenting clinical and administrative compliance. അതായത് കംപ്ലൈൻസ്, പേഷ്യൻസിന്റെ കംപ്ലൈൻസ് ഉണ്ടാകുമ്പോൾ അതിനെ പരിഗണിക്കുക. അപ്പൊ അതായത് ക്ലിനിക്കലും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കംപ്ലൈൻസുകൾ വരാം അല്ലെ. അപ്പൊ അവര് കംപ്ലൈന്റ് കൊടുക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളത് പരിഗണിച്ചു കൊടുക്കുക. അവർ കംപ്ലൈന്റ് കൊടുക്കണമെങ്കിൽ കൊടുത്തോട്ടെ. നമ്മൾ അതിൽ എന്താ ചെയ്യേണ്ടത്, സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എന്താണ് നമ്മൾ മാക്സിമം പറഞ്ഞു നോക്കിയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നതാണെങ്കിൽ എന്താണ് ആ കംപ്ലൈന്റ് പരിഗണിക്കുകയാണ് ചെയ്യുന്നത്. തള്ളിക്കളയാതെ അത് പരിഗണിക്കുക. സത്യസന്ധമായ കാര്യങ്ങളാണെങ്കിൽ കംപ്ലൈന്റ് പരാതിയാണെങ്കിൽ അത് നമ്മൾ പരിഗണിക്കുക. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതിയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, അത് പരിഗണിക്കാം അല്ലെ. ഓക്കെ. എന്താ നമ്മൾ പറഞ്ഞത്, വാക്യം ഹോസ്പിറ്റൽ ടു ഡീൽ വിത്ത് ആംഗ്രി പേഷ്യൻസ്. ആംഗ്രി പേഷ്യൻസിന് നമ്മൾ ഡീൽ ചെയ്യുന്ന എങ്ങനെയായിരിക്കണം ഹോസ്പിറ്റലില്, അവരോട് വളരെയധികം നമ്മള് കാമായിട്ട് സംസാരിക്കുക, കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് സംസാരിക്കുക. ടേക്ക് എ ഡീപ് ബ്രെത്ത് ആൻഡ് ട്രൈ ടു റിമെയിൻ കാം. പിന്നെന്താ, gather all the details about the patient, diseases and treatment provided to them. രോഗിയുടെ രോഗത്തെ കുറിച്ചിട്ടും നൽകിയ ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട അതിന്റെ വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് ശേഖരിക്കുക. പിന്നെ spend quality time with the patient to defeat reasons behind their outburst. അതായത് ദേഷ്യപ്പെട്ടതിന്റെ കാരണം കൃത്യമായിട്ട് അവരുടെ കൂടെ നിന്ന് അത് ചോദിച്ചറിയുക അല്ലെ. അവരുടെ കൂടെ കുറച്ച് സമയം നിന്നുകൊണ്ട് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചറിയുക. പിന്നെന്താണ്, ഷോ എംപത്തി ആൻഡ് ട്രൈ ടു സോൾവ് ദർ ഇഷ്യൂസ്. വളരെയധികം എംപത്തറ്റിക് ആയിട്ട് അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. പിന്നെന്താ, അവോയ്ഡ് ഗിവിംഗ് അവേ ടു എനി ആർഗ്യുമെന്റ്സ് ആൻഡ് ഡിഫെൻഡ് അഗെയിൻസ്റ്റ് ത്രെറ്റ്സ്. അതായത് ആർഗ്യുമെന്റ്സ് ചെയ്യാതെ പ്രശ്നം സോൾവ് ചെയ്യുക. വലിയ പ്രശ്നമാക്കാതെ കാര്യങ്ങൾ നമ്മൾ എന്തായിരിക്കണം, വലിയ പ്രശ്നമാക്കി മാറ്റാതെ നല്ല രീതിയിൽ അത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കണം. പിന്നെ പ്രൊട്ടക്ട് ലീഗലി ബൈ കെയർഫുള്ളി ഡോക്യുമെന്റിംഗ് ക്ലിനിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കംപ്ലൈൻസ്. അതായത് ക്ലിനിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കംപ്ലൈൻസുകൾ, പേഷ്യൻസ് കംപ്ലൈൻസുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അവിടെ പരിഗണിക്കുക. ഓക്കെ. ഇതൊക്കെയാണ് ഈ പേഷ്യൻസിനെ ഡീൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. എന്തെങ്കിലും സംശയം ഉണ്ടോ?
സംശയമുണ്ടോ പിള്ളേരെ? ഇല്ല. മനസ്സിലായോ? പറഞ്ഞു തന്ന കാര്യങ്ങൾ മനസ്സിലായോ? ക്ലിയർ ആണ് അല്ലെ? പേഷ്യന്റ് കെയർ സർവീസസ് ഉടനെ കഴിയോ? ക്ലാസ് മാക്സിമം മെയ് 27 കഴിയും നമ്മളുടെ കേട്ടോ. അതിനപ്പുറം പോകില്ല. എക്സാം അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഉണ്ടാവും. ചുമ്മാ ആദ്യം തന്നെ എക്സാം ഉണ്ടാവും. ജൂണിൽ ഉണ്ടാവും. 27 എക്സാം കഴിഞ്ഞ് അതിനെ പരീക്ഷ ഉണ്ടാവും. പഠിച്ചു കഴിയുമ്പോഴും കഴിഞ്ഞ ചാപ്റ്റേഴ്സ് ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു തുടങ്ങിക്കോളും കേട്ടോ. ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ. എനിക്ക് ബ്രീത്തിങ് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, അതൊന്നും ചോദിക്കുന്നില്ല ടീച്ചർ. അടുപ്പിച്ച് കുറെ ക്ലാസ്സുകൾ വരുമ്പോഴേ നമുക്ക് ബുദ്ധിമുട്ടാണ്. 3 പീരീഡ് എക്സ്ട്രാ ആയത് മുമ്പ് എടുത്തിരുന്നു രാവിലെ തുടങ്ങി. നിങ്ങളുടെ 4ാമത്തെ ക്ലാസ് ആണ്. മെയിൻ എക്സാം ജൂൺ തന്നെ. മൊഡ്യൂൾ എക്സാം, മൊഡ്യൂള്, മോഡല്, മെയിൻ എക്സാം, അങ്ങനെ 3 കാറ്റഗറീസ് ആയിട്ടായിരിക്കുള്ളൂ കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. എക്സാമിന്റെ ഡീറ്റെയിൽസിൽ നമ്മൾ പറഞ്ഞു തരും. ഫർദർ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങളോട് അറിയിക്കുന്നതായിരിക്കും കേട്ടോ. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, ചോദിക്കാം. ഓക്കെ ആനലക്ഷ്മി, താങ്ക് യു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഒന്നുമില്ലല്ലോ, സംശയമൊന്നും ഇല്ലാണ്ടാണല്ലോ ക്ലാസ്സിന് പോകുന്നത്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.